അപ്പോഴേ ഇന്ന് നമ്മളൊരു യാത്രയിലാണ് കേട്ടോ. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നാളായിട്ട് നമ്മൾ ചോറ്റാനിക്കര പോകണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ പല പല കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മളത് ചെയ്യാണ്. കാരണം അമ്മ ഈ മാസം ലാസ്റ്റ് തിരിച്ചു വരും. അപ്പം അമ്മ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാനും പറ്റില്ല. പിന്നെ അതുമല്ല 20-ാം തീയതിക്ക് ശേഷം മാഷ് ഏത് സമയം വേണമെങ്കിലും മാഷ് തിരിച്ചു പോകും. അപ്പം അതിനു മുമ്പ് നമ്മുടെ ഒരു പ്രാർത്ഥന, പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഇന്ന് ചോറ്റാനിക്കര പോയിട്ട് ഇന്ന് വൈകുന്നേരം നാളെ രാവിലെ തൊഴുതിട്ട് നാളെ തന്നെ തിരിച്ചു വരാമെന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പ്രക്കോപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ അവിടെ എങ്ങനെയെങ്കിലൊക്കെ പോകുമ്പോൾ എനിക്കൊരാഗ്രഹമാണ് പുറത്തുനിന്ന് മാഷിന് കൂടെ എന്തെങ്കിലും കഴിക്കണം എന്നുള്ളത് കേട്ടോ. അപ്പം ഞാൻ ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ പോകുമ്പോൾ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്നുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ പോണത്. അപ്പം ബാക്കിയൊക്കെ ഞാൻ എന്താ പറയുക, അവിടെ എത്തിയിട്ടുള്ളതും കാര്യങ്ങളൊക്കെ ഞാൻ വ്ളോഗായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് സേഫായിട്ട് ഇരിക്കുക. അപ്പം നമ്മൾ പോയിട്ട് വരട്ടെ കേട്ടോ. അപ്പം ഇനി ബാക്കി വഴിയെ കാണാട്ടോ. അപ്പം നമ്മൾ നേരത്തെ തീരുമാനിച്ചതൊന്നുമല്ല കേട്ടോ. നമ്മൾ ഈ ചോറ്റാനിക്കര പോകുന്ന കുറേ കാലത്തെ ആഗ്രഹം, ഒരു 7 വർഷമായിട്ട് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. മാഷ് പോകുന്നതിന് മുമ്പ് ഒന്ന് പോകണം എന്ന് വിചാരിച്ചു, അമ്മയും കൊണ്ട് പോകണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ അത് നടക്കാത്തതിലുള്ളൊരു വിഷമം ഉണ്ട്, ഒരു കുഞ്ഞു സങ്കടം ഉണ്ട്. പക്ഷെ എന്നാലും സാരമില്ല, അടുത്ത വർഷം ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് അമ്മയും കൊണ്ട് പോകണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തു. എന്നിട്ട് രാവിലെ ചായ കൂടിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മുടെ മരുന്നൊക്കെ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോയും ഒരു ഫോട്ടോയും ഒക്കെ നമ്മുടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണല്ലോ. അതാണല്ലോ നമ്മുടെ അപ്പോൾ ആ ആചാരങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടി വന്നപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മുടെ ട്രെയിൻ 10:30-ക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ നേരത്തെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തട്ട് ദോശ വേണമെന്നും പറഞ്ഞിട്ടാണ് പോയത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ മാറും എന്തായാലും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓട്ടോ ചേട്ടൻ്റെ കൂടെ നമ്മൾ നേരത്തെ വിളിച്ചിരുന്ന ഓട്ടോ കുട്ടിക്ക് ലോങ് ട്രിപ്പ് ഉണ്ടായ കാരണം കൊണ്ട് നമുക്ക് കിട്ടിയില്ല, വേറൊരു ചേട്ടനാട്ടോ വന്നത്. അപ്പോൾ നമ്മൾ പോവാണ്. അങ്ങനെ നമ്മൾ ചട്നി അങ്ങനെ നമ്മൾ ഷൊർണൂർ നമ്മളെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയതിന് ശേഷം നമ്മൾ കുറച്ച് ക്യാഷൊക്കെ കയ്യിൽ, ഒരു ചെറിയൊരു ഇതിനൊക്കെ ക്യാഷ് കയ്യിൽ വെക്കണമല്ലോ, കരുതണമല്ലോ എന്ന് കരുതിയിട്ട് അതൊക്കെ എടുത്ത് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു. നമുക്ക് 7-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ ട്രെയിൻ വരിക. പിന്നെ അപ്പോൾ ഇവിടെ നിന്നാണ്ട് കുറച്ച് സ്റ്റെപ്പ് കൂടുതലുണ്ട്. എൻ്റെ കാലാണെങ്കിൽ റെഡി ആയിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ സ്റ്റെപ്പിലൂടെ കയറണ്ടെന്ന് വിചാരിച്ച് ലിഫ്റ്റിൽ കയറാൻ. അപ്പോൾ ഒരു ഉപ്പ കൂടെ ഉണ്ടായിരുന്നു. ആ ഉപ്പൊക്കെ കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് വരിക എന്നുള്ള അവർ ടിക്കറ്റ് എടുത്തു. പക്ഷേ അവിടെ ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ 7-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്, നമ്മുടെ 6-ാമത്തെ പ്ലാറ്റ്ഫോമിൽ. ആ ട്രെയിൻ 10:45-നാണ്, നമ്മുടെ 10:30-ക്കുമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ആ ഉപ്പയും ഞാനും മാഷും ഒക്കെ കൂടെ അങ്ങോട്ട് പോയി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ പിടിച്ചു. നമ്മൾ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ നമ്മളിങ്ങനെ ഈ വീഡിയോസ് എടുക്കുമ്പോൾ ഞാനങ്ങനെ ആൾക്കാരുള്ളിടത്തുനിന്ന് അങ്ങനെ വീഡിയോസ് എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷേ അപ്പോൾ ഞാൻ എടുത്തപ്പോൾ പോലീസുകാരെ നോക്കിയിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ മാഷ് വരുന്നത് ഇപ്പോൾ ഒക്കെ മൊത്തം വ്ളോഗർമാരല്ലേ സാറേ എന്ന് പറഞ്ഞാൽ നമുക്കിട്ട് താങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ പിന്നെ വണ്ടിയൊക്കെ പിടിച്ച് നമ്മൾ നേരെ ചോറ്റാനിക്കര നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിങ്ങനെ തുള്ളി ചാടുന്നുണ്ട് കേട്ടോ, ഭയങ്കര തുള്ളിച്ചാട്ടാണ്. അപ്പം നമ്മുടെ ചോറ്റാനിക്കര അമ്മയുടെ ദർശനവും ക്ഷേത്രത്തിനുള്ളിലുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും മിസ് ചെയ്യാതിരിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്തുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ കൂടെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ പോകാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവരും നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റ.